അല്ല മൈ ഗൈസ് ആരോട് പറയാൻ പറ്റിട്ടോ പെട്ടെന്നൊന്ന് പാരീസ് വരെ പോണ്ടി വന്നു. ഇനി ഐഫൽ ടവർ കാണാൻ വേണ്ടിട്ട് ഫ്രാൻസിലേക്കൊന്നും വേണ്ട, നമ്മളെ കാസർഗോഡേക്ക് വന്നാൽ മതി. ഇത് കാസർഗോഡാ? വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ? അത് തന്നെ, നമുക്ക് വന്നിട്ടാ ഒരു വീലാൻഡ് നാളെ മുമ്പ് വരാൻ എന്റെ ദൂരെയുള്ള ചങ്ങായിമാരോടെല്ലാം എന്റെ നാട്ടിലേക്ക് വരാൻ വേണ്ടിട്ട് വിളിക്കുമ്പോ അവർ ചോദിക്കില്ല ഇനി കാസർഗോഡ് എന്തെന്നില്ലേ. കാസർഗോഡ് ശരിക്കും പറഞ്ഞാൽ ഞാനില്ലേ, എന്നെക്കാള് വലുതായിട്ട് എന്തെങ്കിലും വേണം. ജോക്സ് അപ്പാർട്ട്, എങ്ങനെയുണ്ട് കാസർഗോഡിന്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കിടിലം പാർക്കല്ലേ ഇത്. കുട്ടികളെന്നോ വലിയാളെന്നോ മുതിർന്നവർ അങ്ങനെ പ്രായഭേദമന്യേ വന്നിരുന്ന് ചില്ലായി വൈബായി എൻജോയ് ചെയ്യാം. അപ്പൊ പെരുന്നാളിന് ഇത് സോഫ്റ്റ് ലോഞ്ച് ചെയ്യാന്നിട്ട് അപ്പൊ പെരുന്നാൾക്ക് വേറെ പരിപാടി ഒന്നും നോക്കണ്ട, വെക്കേഷനും കൂടിയല്ലേ, പിള്ളേരെയും കൂടി നേരെ വരാ അടിച്ചു പൊളി. അപ്പൊ ലൊക്കേഷൻ വരുന്നത് കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂരിലെ വെള്ളാപ്പിലാണ് കേട്ടോ. ഇത് ബൈ ഞാൻ ഈ എന്റെ പേടകവും കൊണ്ട് പോകുന്നത് വേറെ അടുത്തേക്കല്ല, വീലാൻഡിൽ ഇന്ന് ഇൻഫ്ലുവൻസേഴ്സിന്റെ ഇഫ്താർ മീറ്റ് ഉണ്ട് കേട്ടാ. കുറെ നാളുകളായിട്ട് ഇതിന്റെ പരിസരത്തൂടെ പോകുമ്പോൾ വലിയ കടങ്ങിന്റെ ഉള്ളിൽ കുറെ കാലങ്ങളെ എന്തെല്ലോ പണി നടക്കുന്നുണ്ട് മാത്രമേ നമ്മൾ കണ്ടോണ്ടിരുന്നുള്ളൂ. ഇതിന്റെ ഉള്ളിൽ എന്താ ഇല്ലേന്ന് ആർക്കും ഒരു ഐഡിയ ഉണ്ടായിട്ടാ. പക്ഷെ ഇതിന്റെ ഉള്ളിൽ കേറിയിട്ടുണ്ടല്ലോ എന്നെ കിളി പോയി. ഇത് നമ്മളെ നാടിനെയാണെന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയിട്ടാ. അങ്ങനെ അടിപൊളിയായിട്ട് നോമ്പ് മുറിയെല്ലാം കഴിഞ്ഞ് കുറെ ആൾക്കാരെയും പരിചയപ്പെട്ട് ബൈ ഈ ചങ്ങാനെ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, വീഡിയോ എങ്ങനെ എടുക്കലെന്ന് നമുക്ക് പഠിപ്പിച്ചിരുന്നു കേട്ടാ. അങ്ങനെ നല്ല നോമ്പ് മുറിയും നോമ്പ് തുറയെല്ലാം കഴിഞ്ഞിട്ട് എല്ലാരും ഒരുമിച്ചിരുന്നു, എല്ലാരും പരിചയപ്പെട്ട് കുറെ സംസാരിച്ച് കുറെ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ട് ആടുന്നങ്ങ് ഇറങ്ങിട്ടാ. ഇനി ഇൻഷാ അല്ലാ പെരുന്നാൾക്ക് ഒരു പോക്ക് പോകണം ഫാമിലിനെ മൊത്തം. അപ്പൊ നിങ്ങളെ പ്ലാൻ എന്താ? പിന്നെ ഈ വീഡിയോയിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഫേവറേറ്റ് ഇൻഫ്ലുവൻസറിനെ കണ്ടിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിലൊന്നും മെൻഷൻ ചെയ്യാട്ടോ. അതുപോലെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ഏത് നാട്ടിൽ നിന്നാണെന്നും കൂടി ഒന്ന് കമന്റ് ഇടണേ.